എന്റെ നിയോജകമണ്ഡലത്തിൽ ജനങ്ങൾ എന്നെ തെരഞ്ഞെടുത്ത് അയച്ചത് കേരളത്തെ സാമാന്യ ജനത്തിന് പറയാനുള്ള മുഖത്ത് നോക്കി പറയാൻ വേണ്ടിയാണ്. മാത്യു കുഴൽനാട് അദ്ദേഹത്തിന്റെ വിചാരം എങ്ങനെയും തട്ടിക്കളിയാന്നാണ്. അതിന് വേറെ ആളെ നോക്കുന്നതാണെന്നല്ല. എന്താ നിങ്ങൾ വിചാരിച്ചത് മകളെ പറ്റി പറഞ്ഞാൽ ഞാനല്ലാതെ കിടുങ്ങി പോകുന്നതാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. വേണ്ടാത്ത കാര്യങ്ങൾ പറയാനാണോ ഈ സഭാവേദി ഉപയോഗിക്കുന്നത്? പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് വഴിയാണ് സ്വപ്ന സുരേഷ് സെക്രട്ടേറിയറ്റിൽ എത്തിയത്. അത് നിഷേധിക്കാൻ കഴിയോ? എയുടെ മകൾ വീണ വിജയൻ, ജയ്ക് ബാലകുമാർ എന്ന് പറയുന്ന പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിന്റെ ഡയറക്ടർ എനിക്കെന്റെ മെൻഡറെ പോലെ ആയിരുന്നുവെന്ന് അങ്ങയുടെ മകൾ പറഞ്ഞില്ല എന്ന് പറയാൻ കഴിയോ? ഇതുപോലുള്ള ചോദ്യങ്ങൾക്കാണ് സാർ കേരളം മറുപടി ആഗ്രഹിക്കുന്നത്. ഇതിന് മറുപടി പറയാൻ കഴിയണം. അല്ലാതെ നാഴിക്ക് 40 വട്ടം മടിയിൽ കനമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ബിസിയുടെ സ്വരത്തിൽ പറഞ്ഞില്ലേ, അങ്ങ് ബിസിയുടെ സ്വരത്തിൽ പറഞ്ഞില്ലേ, ആ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച അനിലക്കര ഇന്ന് നിയമസഭയിൽ ഇല്ല എന്ന്. ജീവിതം ഒന്നേ ഉള്ളൂ മിനിസ്റ്റർ, അത് അന്തസ്സായി ജീവിക്കാനുള്ളതാണ്. എന്നോട് അദ്ദേഹം ചോദിച്ചു നിഷേധിക്കുന്നുണ്ടോ എന്ന്. അതിനാണ് ഞാൻ മറുപടി പറഞ്ഞത്. എന്തും വിളിച്ചു പറയാനൊരു അവസരമായിട്ട് അദ്ദേഹം ഇതിനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നെ ജനം തെരഞ്ഞെടുത്ത് വിട്ടത് ഇവർ ആഗ്രഹിക്കുന്ന പറയാൻ വേണ്ടിയിട്ടല്ല, ജനം ആഗ്രഹിക്കുന്ന പറയാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ തെരഞ്ഞെടുക്കപ്പെട്ട് വന്നത് എന്റെ നിയോജകമണ്ഡലത്തിൽ ജനങ്ങൾ എന്നെ തെരഞ്ഞെടുത്ത് അയച്ചത് കേരളത്തെ സാമാന്യ ജനത്തിന് പറയാനുള്ള മുഖത്ത് നോക്കി പറയാൻ വേണ്ടിയാണ്. ഒരംഗം ഇവിടെ പറയുന്ന കാര്യത്തിന് ഞാൻ എന്തൊരു കോടതിയിൽ പോകണം? അദ്ദേഹത്തിന്റെ നേരെ നോക്കി തന്നെയാണ് ഞാൻ പറയുന്നത്. ആ കാര്യങ്ങൾ ഇവിടെ പറയാൻ എനിക്ക് ആർജവമുണ്ട്. അത് പറയുക തന്നെ ചെയ്യും. എന്താണ് സാർ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറയാനുള്ള ആർജവം എനിക്കുണ്ട്. ഞാനത് ഇവിടെ തന്നെ പറയും. പറയാനുള്ള കാര്യം പറഞ്ഞിട്ടേ പോകൂ. ഞാൻ അങ്ങേക്ക് ഞാൻ പറഞ്ഞതിന് മറുപടി ഉണ്ടെങ്കിൽ പറയണം.